T20 മത്സരങ്ങളുടെ ചരിത്രത്തിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും 26 മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 14 ഇന്ത്യയും 11 ദക്ഷിണാഫ്രിക്കയും വിജയിച്ചു. എവേ മത്സരങ്ങളിൽ ഇന്ത്യ 6 ദക്ഷിണാഫ്രിക്ക 3 വിജയിച്ചിട്ടുണ്ട്. T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രം നോക്കിയാൽ 6 തവണ ഏറ്റുമുട്ടിയപ്പോൾ 4 പ്രാവശ്യം ഇന്ത്യയും 2 സൗത്ത് ആഫ്രിക്കയും വിജയിച്ചു. 2022 ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 5 വിക്കറ്റിന് തോൽപ്പിച്ചിരുന്നു. കണക്കുകൾ വ്യക്തമാക്കുന്നത് ആധിപത്യം ഇന്ത്യക്ക് തന്നെയാണെന്നാണ്. പക്ഷേ നാളെ സമ്മർദ്ദത്തെ ആരതിജീവിക്കുമോ അവർ കപ്പുയർത്തും. ഫോമിലല്ലാത്ത ദുബെയും കോഹ്ലിയും ടീമിന് തലവേദന തന്നെയാണ്. ശിവൻ ദുബെയേക്കാൾ എത്രയോ ഭേദമാണ് റിങ്കു സിംഗ്. സഞ്ജുവും അവസരം കാത്ത് ബെഞ്ചിലിരിക്കുകയാണ്. പക്ഷേ കോഹ്ലി, അവിടെ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ട. കാരണം കോഹ്ലി ഒരു ബിഗ് മാച്ച് പ്ലെയർ തന്നെയാണ്. പക്ഷേ സഞ്ജുവിന് സാധ്യത കൂടുതലാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു അന്ധവിശ്വാസം. ടീം ഇന്ത്യ 2007 2011 കപ്പെടുത്തപ്പോൾ ടീമിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു. ദുബൈയെ കൊണ്ട് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല മഹാരാജിനെയൊക്കെ സഞ്ജുവിനെ നെറ്റ്സിൽ നേരിട്ട് പരിചയമുണ്ട്. ഇന്ത്യ ഇതുവരെ നേരിടാത്ത ഒരു ക്വാളിറ്റി പേസ് യൂണിറ്റാണ് സൗത്ത് ആഫ്രിക്ക. റബാദ, ജാൻസൺ, നോർക്കിയ സഖ്യം 3 പേരും ഒന്നിനൊന്ന് മികച്ചവരും മികച്ച ഫോമിലും. മഹാരാജും ഷംസിയും മാക്രോവുമെല്ലാം ബോൾ സ്പിൻ ചെയ്യിക്കാൻ കഴിവുള്ളവരാണ്. ഇന്ത്യക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം ക്ലാസനും മില്ലറും ടൂർണമെൻറ്റിൻ്റെ തുടക്കത്തിലെ ഫോമിലല്ല ഇപ്പോൾ ഉള്ളത് എന്നതാണ്. പക്ഷേ ഇന്ത്യയെ കാണുമ്പോൾ കലിതുള്ളുന്ന ഒരു താരമാണ് ഡീകോക്ക്. സ്റ്റബ്സും മാക്രോവും ഹെൻഡ്രിക്സുമെല്ലാം കളിയുടെ ഗതി തിരിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്. ഇന്ത്യയുടെ പ്രതീക്ഷ രോഹിത്, സൂര്യ, ഹർദിക് എന്നീ കളിക്കാരിലാണ്. ബോളിങ്ങിൽ കാര്യമായ തലവേദനകൾ ഒന്നും തന്നെയില്ല. ഹർദിക് മാത്രമാണ് റൺസ് ലീക്ക് ചെയ്യുന്നത്. ദക്ഷിണാഫ്രിക്ക ICC ട്രോഫി കിട്ടാക്കനിയാണ്. ഇന്ത്യക്കാകട്ടെ കിട്ടിയിട്ട് കാലം കുറേയായി താനും. ഏകദിന ലോകകപ്പിൻ്റെ നഷ്ടം രോഹിതിനെ മറികടക്കാനാകുമോ? കാത്തിരിക്കാം ഒരു മികച്ച പോരാട്ടത്തിനായി.